ഫൈനലി നമ്മുടെ ഓണം എക്സാം ഒക്കെ കഴിഞ്ഞു. ദെൻ ഓണം സെലിബ്രേഷനൊക്കെ നമ്മൾ അടിച്ചു പൊളിച്ചു, നല്ല സദ്യയൊക്കെ കഴിച്ചു, വീട്ടിലായി കഴിഞ്ഞാലും ഓണം അടിച്ചു പൊളിച്ചു, പായസം കുടിച്ചു. അങ്ങനെ ഇനിയിപ്പോൾ ഓണം വെക്കേഷൻ തീരാനായിട്ട് പോവാണ് അല്ലേ. അപ്പൊ ഈ ഒരു സമയത്ത് നമ്മൾ ആലോചിക്കേണ്ട ചെറിയൊരു കാര്യമുണ്ട്. അടുത്ത പരിപാടി ചെറുതല്ല, കുറച്ച് വലിയ കാര്യമാണ്. കാരണം എന്താ വെച്ചാല് നമ്മുടെ ഓൺ എക്സാമിന്റെ ആ ഒരു സിറ്റുവേഷൻ ഇവര് കഴിഞ്ഞു. ഇവര് ഒരു പക്ഷേ ഈ വർഷം എഴുതിയ, ഒരു പക്ഷേ അല്ല ഉറപ്പായിട്ടും ഈ വർഷം എഴുതിയ ഫസ്റ്റിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്സാമിനേഷൻ ആണ്. അപ്പോൾ ആ ഒരു എക്സാം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ടഫ് ആയിട്ടുള്ള രീതിയിലൊക്കെ തന്നെയാണ് പോയിട്ടൊക്കെ ഉണ്ടായിരുന്നത്. കുട്ടികളുടെ സൈഡിൽ നിന്ന് ചിന്തിക്കുന്ന സമയത്ത് സാറിന് എങ്ങനെയാ തോന്നുന്നത്? ഓണം എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? കുട്ടികളുടെ സൈഡിൽ നിന്ന് കുട്ടികൾ നിങ്ങൾക്ക് മിസ്സിന് മെസ്സേജ് അയച്ചിട്ടുണ്ടാവും ഒരുപാട് ആളുകൾ. കമന്റ് ബോക്സുകൾ നമ്മൾ കാണുന്ന പരിപാടി ഉണ്ട്. സാറേ പരീക്ഷ ടഫായിരുന്നു. എല്ലാ സബ്ജക്റ്റുകളും ഇല്ല, ചില സബ്ജക്റ്റുകൾ ഭയങ്കര ഈസി ആയിട്ട് മാറി. ചിലതാണെങ്കിലും അവർ പ്രതീക്ഷിക്കാത്ത ക്വസ്റ്റ്യൻസുകൾ വന്നു. ഈ പ്രതീക്ഷ പറഞ്ഞപ്പോഴാണ് ഇവര് പ്രതീക്ഷ വേറൊരു കാര്യം ഉണ്ടായിരുന്നു, ഓൺ എക്സാം മാറ്റാൻ അല്ലേ. കുറച്ച് നേരത്തോടെ എക്സാം നടക്കുന്നായിരുന്നു കുറെ പേര് വിചാരിച്ചു, അല്ലെ ലേറ്റ് ആയിട്ട് നടക്കാം, അല്ലെങ്കിൽ എക്സാം മാറ്റി വെക്കും. എക്സാം മാറ്റാറുണ്ടോ? ഇല്ല, ആ ഒരു കാര്യം നമുക്ക് ഇതോടുകൂടെ മനസ്സിലായി. എക്സാം അങ്ങനെ മാറ്റി വെക്കാനും പോകുന്നില്ല, കറക്റ്റ് സമയത്ത് തന്നെ എക്സാംസ് ഒക്കെ നടന്നു പോകുന്നുണ്ട്. അപ്പൊ ഇനി ഒരു സംഭവം കൂടെ വരുന്നുണ്ട്. അടുത്തായിട്ട് ഇനി ഇവർക്ക് വരാനുള്ള സാധനം എന്ന് പറഞ്ഞാൽ ക്രിസ്മസ് എക്സാമിനേഷൻ ആണ്. മക്കളെ, ക്രിസ്മസ് എക്സാമിന് ഒരു സന്തോഷ വാർത്ത ഉണ്ട് ഇവർക്ക്. എന്താണ്? ഓൺ എക്സാമിന് ആകെ ഉണ്ടായിരുന്നത് 30% ബാക്കി ക്വസ്റ്റ്യൻസുകളാണ്. അത് നമ്മൾ എന്ത് ചെയ്തു, ഓഗസ്റ്റോട് കൂടെ കഴിഞ്ഞു. അത് സന്തോഷമാണ്, 30% ഉള്ളൂ. അതാണ് ഇവര് എഴുതാനുള്ള പെട്ടത് എന്നുള്ള അത് വേറെ അവസ്ഥ. ബട്ട് ക്രിസ്മസ് എക്സാം പോകുമ്പോൾ 80% ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻ ഉണ്ട്. പഠിക്കാനാണെങ്കിൽ ഒരുപാട് സമയം ബാക്കിയുണ്ട്, കുറച്ച് നന്നായിട്ട് അധികം പഠിക്കാനുണ്ട്. അതിനെന്ത് ചെയ്യാണ്, ഇപ്പൊ നമ്മുടെ ഈ ഒരു മാസം തന്നെ ആലോചിക്കുക. അപ്പൊ ഓഗസ്റ്റ് കഴിഞ്ഞു, ഓഗസ്റ്റ് നമ്മുടെ ഓണം വെക്കേഷൻ കഴിയുന്നതോടുകൂടി ഓഗസ്റ്റ് കഴിഞ്ഞു. സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബറിന്റെ ഫസ്റ്റ് ഏരിയയിൽ തന്നെ ഒരു ഡിസംബർ പകുതിയുടെ എത്തുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യും. ഡിസംബർ നമുക്ക് ആക്ച്വലി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് കറക്റ്റ് 3 മാസം കൊണ്ടാണ് ഇവർ എന്ത് ചെയ്യാണ്. ഇനി ഒരുപാട് ചാപ്റ്റേഴ്സുകൾ ഇവർക്ക് പഠിക്കാനുണ്ട്, ഒരുപാട് ടോപ്പിക്കുകൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓണം എക്സാമിന് നമുക്ക് കുറച്ചല്ലേ പഠിക്കാനുണ്ടായിരുന്നുള്ളൂ. അത് നമുക്ക് ഭയങ്കര സെറ്റായിട്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞതാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. നമുക്ക് ഇനി ക്രിസ്മസ് എക്സാമിന് നമുക്ക് ആദ്യത്തെ പോർഷൻ ഒന്ന് നമുക്ക് ജസ്റ്റ് റിവൈസ് ചെയ്യേണ്ട ആവശ്യം മാത്രമേ വരുള്ളൂ. പക്ഷെ ഇവിടെ ചെറിയൊരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഓണം എക്സാമിന് നമ്മൾ എങ്ങനെയൊക്കെയോ ഒപ്പിച്ചെടുത്തതാണ് അല്ലെ, തലേദിവസം മാരത്തോൺ ഇതൊക്കെ കണ്ട് അവിടുന്നാണ് എന്ത് ചെയ്യാണ് ഇനി ഇവർ ഇതിലേക്ക് പോകാനുള്ളത്. പക്ഷെ ക്രിസ്മസ് എക്സാം വരുമ്പോൾ വേറെ ഒരു ട്വിസ്റ്റ് വരാണ്ട്. ഈ ക്രിസ്മസിന്റെ ഈ ഒരു വെക്കേഷൻ എന്ന് വെച്ചാൽ ഓണം കഴിഞ്ഞിട്ട് ക്രിസ്മസിന് ഇടയിലാണ് സ്കൂളുകളിൽ ആർട്സ് വരിക, സ്പോർട്സ് വരിക, പ്രോഗ്രാംസുകൾ വരിക, ജില്ലാ കലോത്സവവും സബ് ജില്ലാ കലോത്സവവും എല്ലാം കൂടെ ടൂറും കൂടെ. ചില സ്കൂളുകളിൽ ടൂറും എന്ത് ചെയ്യാണ് ഒരുമിച്ചിട്ട് വരുന്ന സമയം ഉണ്ടാവാല്ലേ. അപ്പോ സമയം കൊണ്ട് ഇതെല്ലാം കൂടെ കഴിയും ചെയ്യും. എക്സാം എന്ത് ചെയ്യും, നമ്മൾ 3 മാസമൊക്കെ ഉണ്ടല്ലോ, ആ സമയം കൊണ്ട് ഇരുന്ന് പഠിച്ചു തീർക്കാലോ ഇതൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷെ 3 മാസം ഇതാന്ന് പറയുമ്പോൾ നമുക്ക് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഒരുപാട് സമയം പോയി പോകും. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ നമ്മള് ഈ ഓണം എക്സാം എങ്ങനെ ആയിക്കോട്ടെ, അതിപ്പോ കുറച്ച് പേർക്ക് നന്നായിട്ട് എഴുതാനായിട്ട് പറ്റിയിട്ടുണ്ടായിരിക്കും, ചില ആൾക്കാർക്ക് അത്ര അങ്ങോട്ട് സംഭവമായിട്ട് എഴുതാനായിട്ട് പറ്റിയിട്ടുണ്ടായിരിക്കില്ല. അപ്പൊ നമ്മൾ ഇനി ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, നമുക്ക് ഓണം എക്സാം അങ്ങോട്ട് കഴിഞ്ഞു മാറ്റി വെക്കാം. അടുത്ത പരിപാടിയിലേക്ക്. അതെ, മിസ് പറഞ്ഞ പോലെ ഓൺ എക്സാമിന്റെ കാര്യത്തെ നമുക്ക് എന്ത് ചെയ്യാം, ഒഴിവാക്കി വെച്ചിട്ട് ഇനി നമുക്ക് വരാനുള്ള ക്രിസ്മസ് എക്സാമിനേഷൻ ആണ്. അതിലേക്കും അത് കഴിഞ്ഞിട്ട് നമുക്ക് 2-3 മാസം കൂടെ കഴിഞ്ഞാൽ നമുക്ക് വരാനുള്ള മെയിൻ എക്സാമിനേഷൻ. സംഭവം നിങ്ങളെ പേടിപ്പിക്കുന്നല്ല കേട്ടോ, റിയാലിറ്റിയാണ്. ഇത് എവിടെയാ പറയും, നമ്മളിപ്പോൾ ട്യൂഷൻ സെന്റേഴ്സുകളിലൊക്കെ നമ്മുടെ ഓഫ്ലൈൻ ക്യാമ്പസുകളൊക്കെ പോലും അവിടെ പോയിട്ട് ഇതേ കാര്യം പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ സാധാരണ പറയാനുള്ള ഒരു ഒക്ടോബർ നവംബറിലൊക്കെ പറയാം, മക്കളെ 2 മാസം കഴിഞ്ഞ എക്സാം അല്ലെങ്കിൽ 1 മാസം കഴിഞ്ഞ എക്സാം എന്ന് പറയുമ്പോൾ സാറിന് അത് ആദ്യമേ പറഞ്ഞുകൂടെ എന്ന് ചോദിക്കും. നിങ്ങളത് പറയരുത്, ഞങ്ങളത് ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഡിസംബറിലെ എക്സാമിനേഷൻ ഉണ്ടായിരിക്കും, അവിടെ 80% ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസുകൾ ഉണ്ടായിരിക്കും. ആ സമയം എന്ന് പറയുന്ന സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യും, കഴിഞ്ഞു പോവുകയും ചെയ്യും. സോ അതുകൊണ്ട് മുന്നറിഞ്ഞു വെക്കുന്നത് നല്ലതാണ്. അപ്പൊ ഇനി നിങ്ങൾ ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നിങ്ങളുടെ പാരൻസിനോടൊക്കെ നിങ്ങൾ പോയിട്ട് പറയാം, അച്ഛാ അമ്മേ നല്ല എക്സാം ഒക്കെ ആയിരുന്നു, ചിലർക്ക് നല്ല ടഫൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോഴേ ജാമ്യം എടുത്ത് വെച്ചോട്ടോ, അല്ലെങ്കിൽ പാരന്റ്സ് മീറ്റിംഗിന് പണി കിട്ടുന്ന ഒരു അവസ്ഥയൊക്കെ മേ ബി നിങ്ങൾ ഫേസ് ചെയ്യേണ്ട സിറ്റുവേഷൻ ഉണ്ടായിരിക്കും. സോ അത് അവരോട് പറയാം. അത് ആലോചിക്കുമ്പോഴേ പേടിയുള്ള പരിപാടിയാണ്. അപ്പോൾ മക്കളെന്ത് ചെയ്യുക, ഇനി ചെയ്യേണ്ട കാര്യം എന്നാണ് പാരന്റ്സിനോട് പറയാം. കൂടാതെ തന്നെ ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾക്ക് നന്നായിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ക്ലാസ്സുകൾ മിസ്സാവുന്നുണ്ടാവും, പ്രാക്ടീസിന്റെ ഭാഗമായിട്ട് ക്ലാസ്സുകൾ മിസ്സാവുന്നുണ്ടായിരിക്കും. ആ ഭാഗങ്ങളൊക്കെ ടോപ്പിക്കുകൾ നമ്മൾ തന്നെ പഠിക്കണം, അത് വേറെ ആരും പഠിക്കാൻ പറ്റില്ല. അത് നിങ്ങൾക്ക് വീട്ടിലിരുന്നിട്ട് പ്രാക്ടീസിനൊക്കെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ള സമയത്ത് നിങ്ങൾക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ള അവസരം. നോട്ട് ഉണ്ടാവില്ല ഇനി അങ്ങോട്ടുള്ള പ്രശ്നം അതാണ്. കാരണം നമ്മൾ എന്ത് ചെയ്യും, നോട്ട് എഴുതാൻ വേണ്ടി കുറെ ഏരിയ ബാക്കിയൊക്കെ വെക്കും, ആ ബാക്കിയുള്ള ഭാഗം അതുപോലെ തന്നെ എന്ത് ചെയ്യും, വെക്കുന്ന സിറ്റുവേഷൻ പ്രശ്നമാണ്. ആ വൃത്തിയൊന്നും നമ്മൾ അതുപോലെ എന്ത് ചെയ്യും, മെയിൻറ്റെയിൻ ചെയ്യുന്നത്.
കൊണ്ടുപോകും. സോ മക്കളെ, ജോയിൻ ചെയ്യാത്ത ആളുകളൊക്കെ ഉണ്ടാവും, സൈലത്തിന്റെ ബാച്ചുകൾ, അവർക്കെല്ലാം ഉള്ള ഏറ്റവും നല്ല സമയമാണ് ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ. ഓണത്തിന്റെ നോട്ട്സ് ഓഫറും ഉണ്ടായിരിക്കും. ആ ഒരു ഓഫറിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. മാത്രമല്ല നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ടൈം ടേബിൾ അനുസരിച്ച് നിങ്ങൾക്ക് പഠിച്ചു പോകാനായിട്ട് പറ്റും. അപ്പൊ അതാവുമ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും പോർഷൻ നിങ്ങൾ അഥവാ മിസ്സായി പോയി നിൽക്കാം. നിങ്ങൾക്ക് ഇപ്പോൾ ക്ലാസ്സിലായി കഴിഞ്ഞാലും പ്രാക്ടീസിന്റെ സമയത്തൊക്കെ ആയിട്ട് നിങ്ങൾക്ക് പല ക്ലാസ്സുകൾ മിസ്സായി പോയി കഴിഞ്ഞാലും നിങ്ങൾക്ക് എപ്പോഴാണോ ഫ്രീ ആകുന്നത് ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് കാണാം. കറക്റ്റ് നോട്ടുകളുണ്ട്, അപ്പൊ അതനുസരിച്ച് പഠിച്ചു പോകാം. പിന്നെ ടീച്ചേഴ്സൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് നല്ല കോഡുകളൊക്കെ വെച്ച് നിങ്ങൾക്ക് പഠിപ്പിച്ച് തരുന്നതുകൊണ്ട് നിങ്ങൾ അതൊന്നും മറന്നു പോവില്ല. അപ്പൊ അങ്ങനെയുള്ള രീതിക്ക് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് സെറ്റ് ആക്കി എടുക്കാം. പിന്നെ അതുപോലെ റിവിഷനും കാര്യങ്ങളൊക്കെ എല്ലാ കാര്യങ്ങളും അവിടെ മക്കളെ സെറ്റ് ആക്കിയിട്ടുണ്ടായിരിക്കും. സോ ഇനിയും നിങ്ങൾക്ക് ചാൻസസ് ഉണ്ടാവില്ല. ഏറ്റവും അവസാനമായിട്ടാണ് മക്കളോട് ഞങ്ങൾ പറയുന്നത്, പുതിയ ബാച്ചൊക്കെ ആക്ച്വലി നമ്മൾ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. ആ ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. 9954000800 എന്ന് പറഞ്ഞ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. ഇപ്പോഴാണെങ്കിൽ 10% ഓഫറോട് കൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അഡ്മിഷനൊക്കെ എടുക്കാൻ പറ്റും. സോ വേഗം തന്നെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്തോ. ക്രിസ്മസ് എക്സാമിനേഷൻ നമ്മൾ തകർക്കും. ഫ്രണ്ട്സിലേക്കൊക്കെ വേഗം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ആഗ്രഹമുള്ള എല്ലാവരോടും ജോയിൻ ചെയ്യാൻ പറയാം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്.